ട്രിപ്പ് സീരീസ് പാർട്ട് 4. ബുക്ക് ചെയ്ത റിസോർട്ട് അടിപൊളിയായതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തേക്ക് തന്നെ പോകാൻ തോന്നണ്ടായിരുന്നില്ല. ആ കാണുന്ന മലയെന്നാണ് ഞങ്ങൾ ഇപ്പൊ ഇറങ്ങി വന്നത്. ചുമ്മാ ഒന്ന് ചായ കുടിക്കാൻ ഇറങ്ങിയത്. അപ്പോഴാണ് ബോട്ടിംഗ് സർവീസ് ഉണ്ടെന്ന് അറിഞ്ഞത്. വന്നത് വെറുതെ ഇല്ല, നമ്മൾ പോണത് ഒരു ഐലൻഡിലേക്കാണ്, പൂവാർ ഐലൻഡ്. അവിടെ ഗോൾഡൻ സാൻഡ് ബീച്ച് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഗോൾഡ് ആണോ സിൽവർ ആണോ എന്ന് നമുക്ക് എത്തിയിട്ട് നോക്കാം. കണ്ടൽക്കാടിന്റെ ഇടയിലൂടെയുള്ള ഒരു സാഹസികമായ യാത്രയായിരുന്നു. തൊട്ടടുത്ത് ഓരോ ഫ്രൂട്ട് കാണും, നമുക്ക് പറിക്കാൻ തോന്നും, പക്ഷെ പറിക്കരുത്, അത് വിഷക്കായാണെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. എനിക്കിത് കൂടെ പോയപ്പോ പണ്ടത്തെ അനാക്കോണ്ട മൂവിയാണ് ഓർമ്മ വന്നത്. എനിക്ക് വെള്ളം ഭയങ്കര പേടിയാണെങ്കിലും ഇടയ്ക്കൊക്കെ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് ഭയങ്കര ഇഷ്ടം. ഇതിന്റെ അടുത്ത് ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ കാണുന്നതാണ് പൂവാർ ഐലൻഡ്. അങ്ങടേക്ക് എത്തുന്നതിന് മുമ്പ് വേറെ കുറെ സാധനങ്ങൾ കാണാനുണ്ട്. തൊട്ടടുത്ത് കാണുന്നതാണ് എലിഫന്റ് റോക്ക്. അതിന്റെ ഒരു എലിഫന്റിന്റെ ഷേപ്പ് ഉണ്ട്, അതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു പേര്. കാണുന്നത് മൊത്തം ഫ്ലോട്ടിംഗ് റിസോർട്ടുകളാണ്. നമ്മൾ ആദ്യം അവിടെ ബുക്ക് ചെയ്യാന്ന് വിചാരിച്ചേ, പിന്നെ പെട്ടെന്ന് പ്ലാൻ ആയി. അങ്ങ് അറ്റത്തൊരു ബ്രിഡ്ജ് കണ്ടോ, അതാണ് കന്യാകുമാരി ബോർഡർ. അങ്ങനെ നമ്മൾ ഗോൾഡൻ സാൻഡിൽ എത്തി. ഇവിടുത്തെ സാൻഡിന് ഭയങ്കര ഗോൾഡ് കളറാ, പറയാതിരിക്കാൻ വയ്യ. നല്ല വൃത്തിയുള്ള ബീച്ചായിരുന്നു കേട്ടോ അത്. ഈ ഒരു ബീച്ചിലോട്ട് നമ്മൾ വരണമെങ്കിൽ ബോട്ടിൽ തന്നെ വരണം. അവിടെ റോഡ് ആക്സസ് ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ ഇത്രയും വൃത്തിയുള്ള ബീച്ച് ഞാൻ വേറെ കണ്ടിട്ടില്ല കേട്ടോ. അവിടെ പിന്നെ സൺസെറ്റ് ഒക്കെ കണ്ടു. അപ്പൊ ബൈ.